സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഓഫീസിലുണ്ട്. ഭാസ്കര സുരേഷിനെ ഒന്ന് കാണിച്ചു കൊടുക്ക. വരൂ. വരി. അവിടെ ഇരിക്കുന്ന ആളാ. നമസ്തേ. നമസ്കാരം. ഇരിക്കി. രാമറേ. ഓ, നിങ്ങളാണ് വിളിച്ചതല്ലേ? അതെ. കാര്യമൊന്നും ഫോണിൽ കൂടി പറഞ്ഞില്ല. മംഗലാപുരത്ത് നിന്നാണ് വരുന്നത്. കസ്തൂർബ സേവാശ്രമം ഒരു ഹോസ്പീസ് സെൻ്ററാണ്. ആരും തുണയില്ലാത്ത രോഗികളായ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. ഞാനും ഹൈമവതിയും അതിൻ്റെ പ്രവർത്തകരാണ്. ഞങ്ങൾ വന്നത് ജയപ്രകാശിനെ ഒന്ന് കാണാനാണ്. താങ്കളുടെ ബന്ധുവായ... ഓ, മനസ്സിലായി. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഓൻ ക്യാഷ് എന്തെങ്കിലും തരാനുണ്ടോ? അയ്യോ, ഇല്ല. ഞാൻ അയാളെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എനിക്കൊരു പ്രധാന വിവരം അയാളെ അറിയിക്കാനുണ്ട്. സമാധാനം. എനിക്ക് അയാളുടെ അഡ്രസ്സ് മാത്രം കിട്ടിയാൽ പോരാ, കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കിട്ടിയാൽ നന്നായിരുന്നു. അതെന്തിനാണെന്ന് ഞാൻ വഴിയേ പറയാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് ഓനെക്കുറിച്ച്. സജേച്ചി, ജയപേട്ടനല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്ക്, ഒരു അർജന്റ് കാര്യം പറയാൻ. അമ്മേ, ഏട്ടൻ എഴുന്നേറ്റോ? ഒന്നല്ല 2 അർജന്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രകാശ പോയി വിളിക്കടി. പാതിരക്കലെ കയറി വന്നത്. വിളിച്ചിട്ടില്ല നട്ടുചോരെ കിടന്നുറങ്ങും. പ്രകാശ മോനെ, എഴുന്നേക്ക് മോനെ. എടേ പ്രകാശ. എന്താടി? ഏതോ 2 ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. കണ്ടിട്ട് ഗൺ ക്യാഷ് ടീം എന്നാ തോന്നുന്നത്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ മിസ്റ്റർ ജയപ്രകാശിന്റെ റെസിഡൻസ് ഇതല്ലേ എന്ന് ചോദിച്ചു. മോനെ, കോളടിച്ച ലക്ഷണമാണല്ലോ. ജയപ്രകാശിന്റെ റെസിഡൻസോ? എന്ന് വെച്ച താമസ സ്ഥലം, വീട്. അത് മനസ്സിലായടി. ആരാണപ്പ ഇത്? ഇങ്ങോട്ട് വിളിപ്പിക്കണോ? കാര്യം നടന്നാലേ എനിക്കുള്ള കമ്മീഷന്റെ കാര്യം മറക്കണ്ടാട്ടോ. ഓ, അതെ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വായൊന്ന് കഴുകിക്കോ. ഇന്നലത്തെ സുഗന്ധം വരുന്നുണ്ട്. ചേപ്പിയേട്ടാ, പണി പാളി. നനയ്ക്കാൻ തറാട്ടടി. ചായ എന്തെന്നാണ്ട രാവിലെ തന്നെ. അരടുത്ത് പാലത്തിന്റെ അവിടെയുള്ള പ്ലോട്ട് സെയിലായി ഇല്ലേ? ആയിന്ന് തോന്നുന്നു. എന്തേ? രായ്ക്കും ജോയേട്ടനും പാർട്ടി അവിടെയുണ്ട്. അളവ് നടക്കുക. ഇന്ന് കയ്യോടെ എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അത് കല്ല ടൈപ്പും. രായ്ക്ക് എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ആ കച്ചവടത്തിനോട് നമ്മളത്ര മെനക്കെട്ടിന്ന് JP അറിഞ്ഞൂടെ? എന്തപ്പ ഇത്ര വലിയ മെനക്കേട്? കൈ ചൂണ്ടി അതാണ് സ്ഥലം, ഇതാണ് സ്ഥലം എന്ന് കാട്ടിക്കൊടുക്കുന്ന മെനക്കേടല്ലേ? നമ്മൾ ഇതുപോലെ ചില്ലറ പൈസ കൊണ്ട് ജീവിച്ചു പോവാണ് JP. എന്തെങ്കിലും ഒന്ന് വാങ്ങി തരി. പണ്ടാരടങ്ങ രാവിലെ തന്നെ ഞാൻ രായനിക്കനെ വിളിച്ച് പറയാം. അങ്ങോട്ട് പോയിക്കോ. നിങ്ങൾ വരാതെ നടക്കൂല. എന്ത് ഹലാക്കാണിത്. വിട്ടോ, ഞാൻ എത്തിക്കോളാം. ഈ ജാതി തെണ്ടി പിള്ളേർ എന്തിനാണ് രാവിലെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നത്? വിളിച്ച് കയറ്റുന്നതല്ലോ, വന്ന് കയറുന്നതല്ലേ. കയറി വരാൻ എന്തിനാ അവസരം ഉണ്ടാക്കുന്നത്? എന്റെ പൊന്നാരമ്മേ, എനിക്കും ഇഷ്ടം രാവിലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഫാരിസ് അബൂബക്കറും ആലുക്കാസ് ജോയ് ഏട്ടനും മലബാർ ഗോൾഡ് അഹമ്മദ് രവിപിള്ള സാറും ഒക്കെ വരുന്നതാ. പക്ഷെ എന്താപ്പ ചെയ്യാ, അവർക്കാർക്കും എന്നെ അറിഞ്ഞൂടല്ലോ. എന്തായടോ, രായനക്കനെ കണ്ടോ? അത് ഞങ്ങൾ കണ്ട ശരിയാവില്ല ബൈ. ഇങ്ങോട്ട് മാറി ഈ എരഞ്ഞിപ്പാലം ഭാഗത്തൊക്കെ അവിടെ ഇന്നൊക്കെ ടോപ്പ് വിലയില്ലേ? അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. രായനക്ക, ഒരു മിനിറ്റ് പറഞ്ഞടാ.
ഒന്ന് വരീന്ന്. അതെ, ആ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കണേ. ഏത് പിള്ളേര്? ആ നിൽക്കുന്ന പിള്ളേര്. അവരാരാ? ഈ സ്ഥലം വിൽക്കാൻ വെച്ചെന്നുള്ള വിവരം വന്ന് പറഞ്ഞത് അവരാണ്. ഈ സ്ഥലം വിൽക്കാൻ വെച്ചെന്നുള്ള വിവരം വന്ന് പറഞ്ഞ ഇവര് നീയല്ല മീതെ. അത് ഞങ്ങളോട് വന്ന് പറഞ്ഞത് അവരാണെന്ന്. മക്കളൊന്നും ഇങ്ങോട്ട് വന്നാട്ടെ. നിങ്ങൾക്ക് ഇപ്പോഴും ലോകം തിരിഞ്ഞിട്ടില്ല. എടോ, അങ്ങനെ പലരും ഉണ്ടാവും. വഴി പറഞ്ഞവരുണ്ടാവും, ഓട്ടോറിക്ഷ കയറി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഡ്രൈവർ ഉണ്ടാവും, മൂത്രം ധരിച്ച മന്ദലോർക്കൊക്കെ പൈസ കൊടുക്കാം. എന്താ പ്രശ്നം? ഇവര് രണ്ടും തന്നെ അത്തപ്പാടികളി. ഇവർക്ക് 2 അസിസ്റ്റൻസ്, ഓർക്കും കൊടുക്കണ ഓരോ കമ്മീഷൻ, ഓരോ ഹലാക്കും കൊണ്ട് വന്നോളൂ. ജയപ്രകാശ്, നിനക്കും ഹമീദിനും കിട്ടുന്നതെന്ന് ആർക്കൊക്കെ എന്തൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തോളാം. മേലിൽ ഇതുപോലുള്ള അലിമ്പ് കേസ് കെട്ടുകളുമായി ഞങ്ങൾ അടുത്ത് വരാം. രാനിക്ക വന്ന അതെ, അവനാണ് ഇതെന്നാ തവിടില്ലാത്ത ഒരു പയ്യനെ പോറ്റരുത് കേട്ടാ എന്നോടും. നാളെ പാളയത്തേക്ക് വാടാ. ഇയാള് ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നാല് അതിൽ നിന്ന് നിങ്ങൾക്കുള്ളതും പണ്ടാരടക്കാം. ഇപ്പൊ കിട്ടോ? എന്നാ പോട്ടെ. എത്ര കാലം എന്ന് വെച്ചാ CH ഈ രായനിക്കേന്റെയും ജോയേട്ടനെ മൂടും താങ്ങി നടക്കുന്നത്. ബ്രോക്കർമാരെ സഹായികളാവാം, പക്ഷെ ഇതുപോലുള്ള തെണ്ടികളുടെ കൂടെ വലിയ പാടാ. ഇവിടെ ആരെങ്കിലും ചോദിച്ചാല് എനിക്ക് നിനക്കും എന്താ തൊഴില്? ബ്രോക്കർമാര്. ഇവരും ബ്രോക്കർമാര്. ഇന്നൊരൊറ്റ ദിവസം നടക്കുന്ന കച്ചവടത്തിന് ഇവരുടെ കീശയിലേക്ക് വീഴുന്ന എമൗണ്ട് എത്ര അറിയോ? എത്ര? 1.5 കോടി റുപ്യ. എന്തെങ്കിലും ഗുണം കിട്ടുന്ന കളി നമുക്ക് ഉടനെ കളിച്ച പറ്റുമോനെ. പടച്ചതമ്പുരാനെ, ഇപ്പണ്ടാരിവിടെ ഉണ്ടോ? വാസുമാമ. എടോ പ്രകാശ, നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് നീ ആ വഴിക്ക് നോക്കിയില്ലല്ലോ. എന്താ വാസുമാമ? ഓ, ഇപ്പൊ അങ്ങനെയായില്ലേ? ബീനയ്ക്ക് ഒരു നല്ല ആലോചന കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് എത്ര ആയിടാ? വരുന്നതൊക്കെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അവള് മടക്കുക. ഹൈ, ഞാൻ മറന്നിട്ടൊന്നുമില്ല, നോക്കണുണ്ട്. പെണ്ണ് ഡോക്ടറാന്ന് പറയുമ്പോഴാണ് അങ്ങോട്ട് ഒക്കാത്തത്. ചെക്കൻ മിനിമം ഒരു ഡോക്ടറെങ്കിലും ആകണ്ടേ? വേണമെന്നില്ലടോ, ബിസിനസ്സുകാരായാലും മതി. അവരുടെ കയ്യിലല്ലേ ഇപ്പോഴത്തെ കാലത്ത് കാശുള്ളത്. നീ ഈ പറമ്പ് കച്ചവടം പറഞ്ഞിട്ട് നാട് മുഴുവൻ തിന്നുന്നല്ലേ? കമ്മീഷൻ കൊടുക്കാന്ന് പറച്ചാ, എന്നാലല്ലേ പ്രകാശിന് ഒരു ഉഷാറുണ്ടാവും. ഇവൻ എന്താടി അന്യനാ? എന്റെ പെങ്ങളായിട്ട് തന്നെ വരില്ലേ ഇവന്റെ അമ്മ? ഇനി അഥവാ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ തന്നെ ഇവ വാങ്ങൂ. 2 കൈ നീട്ടി വാങ്ങും. അതല്ലേ മൂപ്പരുടെ പ്രൊഫഷൻ. നമുക്കൊരാളെ സംഘടിപ്പിക്കാൻ വാസുവമ്മ. ഈ റിയൽ എസ്റ്റേറ്റിൽ കളിക്കുന്ന ചില മിടുക്കന്മാരെ എനിക്ക് പരിചയമുണ്ട്. അതിലൊരു ചെറുപ്പക്കാരൻ നാളെയോ മറ്റന്നാളോ തന്നെ കോടീശ്വരനാകാൻ ചാൻസ് ഉള്ള. നാളെയോ മറ്റന്നാളോ കോടീശ്വരനാവേ? എങ്ങനെ? അതാണല്ലോ മാമ ഈ ഫീൽഡിന്റെ ഒരു പ്രത്യേകത. കണ്ണടച്ച് തുറക്കുമ്പോഴല്ലേ ഓരോരുത്തർ പിച്ചക്കാരാവുന്നത്. അതെ, അമ്മ അകത്ത് അന്വേഷിക്കണ്ടായിരുന്നു. ഒന്ന് ചെല്ല്, ചുമ്മാ അവിടെ നിന്ന് ബടായി അടിക്കാണ്ട്. എന്നാ പിന്നെ ഞാന് അമ്മയെ കണ്ടിട്ട് നിനക്ക് ചെക്കനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിന് കമ്മീഷൻ വാങ്ങണല്ലേ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നീ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കോടികൾ സമ്പാദിച്ച് എന്നെ പെണ്ണ് കാണാൻ വരുന്നു പറയുന്ന നടക്കാത്ത സ്വപ്നം കൊണ്ട് മിണ്ടാതിരിക്കണം. നടക്കാത്ത സ്വപ്നം നടക്കുന്ന കാര്യമുണ്ട്, കാണാൻ നിനക്ക്. സർലേച്ചി, എന്താണ്ടാ ഒളിവിലും മറവിലും നടത്തിക്കൊണ്ടിരുന്ന കച്ചവടം അവസാനം തറവാടിന്റെ ഉള്ളിലേക്ക് എത്തിച്ചോ? ഞാൻ വെറുതെ ഈ വഴി പോയപ്പോ കേറിന്നുള്ളൂ സുരേട്ടാ. ഈ വഴി എന്ന് വെച്ചാൽ ഈ ഇടനാഴിയിൽ കൂടെ നീ എങ്ങോട്ട് പോവായിരുന്നു? എന്നെ ഏട്ടന്റെ വേഷം കെട്ടിക്കില്ലേട്ടാ. ഓഹോ, ആകെ നിങ്ങൾ ഒരാളായി വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളും കക്ഷി മാറി. എടാ, ഇവക്ക് എന്നെ കൂടാണ്ട് ഏട്ടന്മാർ 2 വേറെയുണ്ട്. ഒരുത്തൻ ഇവളെ പോലെ ഡോക്ടറാ, മറ്റവൻ എഞ്ചിനീയറാ. നിങ്ങളിത് രണ്ടുമല്ലല്ലോ. നിങ്ങൾക്ക് വലിയങ്ങാടിയിൽ അരിക്കച്ചവടം അല്ലേ? അപ്പൊ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ബ്രദറിൻലോ ആയി വരുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളല്ലേ സുരേട്ടാ? ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് അന്തസ്സായിട്ട് BCom പാസ്സായിട്ടാ ഞാൻ അരിക്കച്ചവടത്തിന് ഇറങ്ങിയത്. നിന്റെ കാര്യോ? പാസ് അല്ല, ഈ 10th ഫെയിൽ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഞാനാ പ്രകാശനാ. എടാ, നിന്നോടൊരു കന്നൂട്ടിനെ കൊണ്ടുതരാൻ പറഞ്ഞ ദിവസത്രേ? അമ്മ കമ്മീഷൻ എത്ര കൊടുക്കുന്നു പറ. അപ്പൊ കന്നൂട്ടിയും തള്ളി പഠിക്കലെത്തും. അതൊന്നും ഓൻ എന്നോട് ചോദിക്കൂല. ഒന്നുമില്ലെങ്കിലും ഓൻ ഇവിടുത്തെ ആളിന്റെ അനന്തരനല്ലേ. അമ്മ പോയി ചായ അടിക്കും. എന്താടി കഴിക്കുന്നില്ലേ? കഴിക്കണം. ലാൻഡ് ബ്രോക്കർ, കല്യാണ ബ്രോക്കർ, ദായിപ്പ പശുക്കുട്ടി ബ്രോക്കർ. അതെ, അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാണ്ട്. നിനക്ക് നോഫല്ലേ, ഒന്ന് പുറത്തേക്ക് വരൂ. വരാം, നീ വിട്ടോ, ഞാൻ പിന്നെ ചാടിക്കോളാം. പിന്നെ കാശ് മാത്രം ചോദിക്കരുത്. ഈ മാസം ഞാൻ ദാരിദ്ര്യക്ക് വളരെ താഴെ. ധൈര്യമായിട്ട് വാടി, കാശ് ചോദിക്കില്ല. വൈകരുത്, അർജന്റാ. ഓ, റോയ്സിന് നോട്ടൽ ഓഫ് ആണല്ലേ? ഫുൾ ടീം ഓർക്കസ്ട്ര ആണല്ലോ. എവിടെയാണ് JP? നിന്നെ തീരെ കാണാൻ കിട്ടുന്നില്ലല്ലോ. ഓരോ ചൊറയല്ലേ ഭായി. JP കൊറേ ആട്ടന്റെ പാട്ട് കേട്ടിട്ട് പാടാനൊക്കെ എവിടെ നേരെ ഹബീബെ, പാച്ചിലല്ലേ? നീ ഈ പുഴയൊന്ന് പാടറോ? ഔ, ടച്ചൊക്കെ ആകെ പോയി കിടക്ക. 2 വരിയല്ലേ ഇഷ്ടാ? പടച്ചോനെ, നിങ്ങളെ മയക്കും കാര്യം കണ്ടിന്യൂ.
ഏയ് നടക്കില്ല, ബീന വന്നിട്ടുണ്ട്, അർജന്റ് കൊട്ടേഷനുള്ളതാ. അല്ല, ഈ ഒരു പാട്ട് തന്നെ നിനക്കറിയൂ? എപ്പോ നോക്കിയാലും ഒരു ഈപ്പുഴയും. എടി, ഒരുപാട് പാട്ട് പഠിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യന്മാരായ ഒരു പാട്ട് മര്യാദയ്ക്ക് പാടാൻ കഴിയണം. അല്ലെങ്കിലും ഡോക്ടർമാർക്ക് എവിടെ നടി സംഗീതബോധം? പാടാൻ കഴിവുള്ള ഏതെങ്കിലും ഡോക്ടർ കേരളത്തിലുണ്ടോ? ഉണ്ടല്ലോ, ഡോക്ടർ KJ യേശുദാസ്. ഞാൻ MBBS കാരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ മൂപ്പര് MBBS അല്ലേ? അല്ല, മൂപ്പര് സിദ്ധവൈദ്യ. പളിപ്പടി നിർത്ത്. എന്താ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ആ, നിന്നോട് മുമ്പ് പറഞ്ഞിട്ടില്ല തന്നെ. എടി, നിന്നെ പഠിപ്പിച്ച ഡോക്ടർ ഷീല കോശിയുടെ കാപ്പിത്തോട്ടം വിരാജ്പേട്ടലുള്ള. ആ, അത് വിളിക്കുന്ന കാര്യം എന്തായി? മാം വിളിക്കുമ്പോ ചോദിക്കണ്ട കേട്ടോ. ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല, ആളുകൾക്ക് ഒരു വിശ്വാസക്കുറവുണ്ട്. അത് നിങ്ങൾ ഫ്രോഡുകളാന്ന് അറിയാവുന്നവർക്കൊക്കെ ഉണ്ട്. ഞാനിപ്പോ എന്താ വേണ്ടത്? തോട്ടം വിൽക്കാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു മേഡം ഒരു പേപ്പറിൽ എഴുതി സൈൻ ചെയ്ത് തരണം. അത് കാണിച്ചാലേ പാർട്ടികൾക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. മാത്രമല്ല, അങ്ങനെ ആകുമ്പോ വേറെ ബ്രോക്കേഴ്സ് ഇടയിൽ കയറുകയില്ല. ഞാനൊന്ന് സംസാരിക്കട്ടെ. അവർക്കത് മാനേജറോട് അഡ്വക്കേറ്റിനോട് ആലോചിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞിട്ടില്ലടാ, ഹസ്ബൻഡിന്റെ പെട്ടെന്നുള്ള മരണം, കുട്ടികളും ഇല്ല. അതൊക്കെ തന്നെയാവും ഈ എസ്റ്റേറ്റ് വിട്ടിട്ട് ബാംഗ്ലൂർ സെറ്റിൽ ചെയ്യാൻ ആലോചിക്കും. സ്ഥലം വിൽപ്പനയുടെ കാര്യം അറിയാലോ. ഉടമസ്ഥന്മാർ ഇന്ന് എന്തെങ്കിലും വിൽക്കാൻ തീരുമാനിച്ച ബ്രോക്കർമാർ അത് ഇന്നലെ കച്ചവടാക്കിയിട്ടുണ്ടാവും. ആ, ഓക്കെ, എനിക്കിപ്പോ ഇതിലെന്താ ലാഭം? ഒരു വലിയ എമൗണ്ട് നിനക്ക് സ്ത്രീധന തുകയെന്ന് കുറയ്ക്കാം. പോടാ നമുക്ക്. ഹായ്. ഹലോ, ഇത് KTC ഫിലിംസ് ആണ്. എന്റെ പൊന്നാരണ്ണാച്ചി, ഇതിപ്പോ KTC ഫിലിംസ് അല്ലേ? ഇപ്പൊ വന്ന് റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റാ? എന്നാ എസ്റ്റേറ്റ്? കാലിക്കറ്റ് തന്നെ. എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്ഥലം, ഭൂമി വിൽക്കൽ വാങ്ങൽ. JPNCH റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ്. KTC ഫിലിംസ് പൂട്ടിപ്പോയാച്ച്. അതോടെ മുതലാളി ചന്തുക്കുട്ടിയാട്ടെ എങ്കിയോ മുങ്ങിയാച്ച്. ഒന്ന് ഫോൺ വെച്ചാൽ അണ്ണാച്ചി. ചായ ആ, ഒരു 3 എടുത്തോ. ഉണ്ണിയപ്പോ ആ, ഏതായാലും കടല്ലേ, ഒരു 3 എടുത്തോ. അല്ല, ഞാൻ എന്നോട് കല്ലായിലെ ആ 3.5 സെന്റ് സ്ഥലം പോയി വെക്കാൻ പറഞ്ഞില്ലേ? ഈ പോയി നോക്കിയോ? അത് പുറമ്പോ കപ്പുട്ടിയട്ട വാങ്ങിയും കൊടുങ്ങും. എന്നോട് ഇത് മാമുക്കാ പറഞ്ഞത്. മൂപ്പരങ്ങനെ പലതും പറയും. എന്നോട് പറഞ്ഞ എന്താ അറിയോ? കല്ലായിക്കൽ ഒരു പഴയ ബിൽഡിംഗും സ്ഥലവും കൊടുക്കാണ്ടെന്ന്. അന്വേഷിച്ചപ്പോ എന്താണെന്നറിയോ? നമ്മളെ പഴയ റെയിൽവേ സ്റ്റേഷന്